ലക്ഷ്മിപ്രിയ ഇന്നലെ അമ്മ സംഘടനയെ വന്ന വേഷം നിങ്ങൾ കണ്ടല്ലോ. തനി മലയാളി മങ്കയായിട്ട് നല്ല പട്ടുസാരിയൊക്കെ എടുത്ത് മുല്ലപ്പൂക്കെ ചൂടി നല്ല കുലീനയായ സ്ത്രീ ആയിട്ട് വന്ന് അങ്ങനെ തന്നെ തോന്നും. നല്ല കുലീനയായ സ്ത്രീയാണ്. ആർക്കും ഒരു ബഹുമാനം തോന്നുന്ന രീതിയിലാണ് പുള്ളിക്കാരി ഇന്നലെ ഇറങ്ങി വന്നത്. ജിമിക്കിയൊക്കെ ഇട്ട് മുല്ലപ്പൂക്കെ ചൂടി ശരിക്കും പറഞ്ഞാൽ അങ്ങനെ നമുക്കൊരു ലുക്ക് അങ്ങനെയാണ്. പക്ഷെ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ആ ലുക്ക് തരുന്ന ഒരു ഇമേജ് ഉണ്ടല്ലോ പുള്ളിക്കാരത്തെ നമുക്ക് നോക്കുമ്പോൾ പെട്ടെന്ന് തോന്നുന്ന ഒരു ലുക്കിൽ നിന്ന് നമുക്ക് തോന്നുന്ന റെസ്പെക്റ്റും ഒരു അത് കീപ്പ് ചെയ്യാൻ ലക്ഷ്മിപ്രിയ ശ്രദ്ധിക്കാറേ ഇല്ല, ഇന്ന് വരെ പറ്റിയിട്ടില്ല. ഇപ്പം എല്ലാ യൂട്യൂബേഴ്സിനെതിരെയും കൊണ്ട് റിയാക്ഷൻ ഇട്ടവർക്കെതിരെ എല്ലാം കേസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ അവരെല്ലാം നല്ല തമ്പിനയിലാണ് പുള്ളിക്കാരത്തിയെ പറ്റി ഇട്ടെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. അവര് ക്ലിക്ക് ത്രൂ കിട്ടാൻ വേണ്ടി തോന്നിയാസമൊക്കെ എഴുതി വെക്കും. അത് യൂട്യൂബേഴ്സ് റിയാക്ഷൻ ചാനൽ അങ്ങനെയാണ്. അങ്ങനെ എന്തെങ്കിലും ജനങ്ങൾക്ക് ഒരു ആകാംക്ഷ തോന്നിയാലേ ജനങ്ങൾ അത് എടുക്കുള്ളൂ. അതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. അല്ലാതെ വീഡിയോയിൽ പറയുന്നത് തന്നെ, ഞാൻ വീഡിയോയിൽ പറയുന്നത് തന്നെ തമ്പിനയിലിടും. അപ്പൊ പിന്നെ ആൾക്കാർക്ക് ഒരു ആകാംക്ഷ ഒന്നുമില്ല, അത് നമ്മൾ കേട്ടാലേ എന്നും പറഞ്ഞ് സ്കിപ്പ് ചെയ്ത് വിടും. അപ്പൊ അതല്ലാതെ എടുക്കാൻ വേണ്ടിയാണ് ജനങ്ങൾ അങ്ങനെ റിയാക്ഷൻ ചാനലുകൾ പൊതുവെ ഇടുന്നത്. പക്ഷെ അവരുടെ എല്ലാം വായടിക്കാൻ വേണ്ടി കൊണ്ട് ലക്ഷ്മിപ്രിയ കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോഴും ഇവിടെ ഒരു ചോദ്യം കിടപ്പുണ്ട്. കമന്റ് ബോക്സിൽ ലക്ഷ്മിപ്രിയ നോക്കുന്നില്ലേ? കമന്റ് ബോക്സ് എല്ലാം എതിരാണ്. റിയാക്ഷൻ ചാനലിൽ ഇടുന്നതിൽ മാത്രമല്ല, ജനങ്ങളെ വെറുപ്പിച്ചു, ജനങ്ങളെ കയ്യിലെടുക്കാൻ പറ്റിയില്ല. എന്നാൽ ഇതേ അവസ്ഥ നിൽക്കുന്ന സേതാമേനോൻ അത് കയ്യിലെടുത്തു. സേതാമേനോനോട് ആൾക്കാർക്ക് ശ്വേതയോടൊരു ബഹുമാനവും റെസ്പെക്റ്റും ഇപ്പോഴും ഉണ്ട്. അതാണ് അതിന്റെ ഒരു വ്യത്യാസം. ഞാൻ ഇന്ന് കണ്ട ഒരു വീഡിയോ കാണിക്കാവേ. പുറത്തുനിന്ന് ഇതൊക്കെ കാണുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് തോന്നിയ കാര്യം, ആ ലക്ഷ്മിപ്രിയ ഓൾഡ് അന്നത്തെ ആ തിരുവാതിരക്കളിയും കോൽക്കളിയും ആ പ്രാർത്ഥനയൊക്കെ കണ്ടപ്പോഴേ തോന്നി ഇവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന്. ശരിക്കും ആ ഒരു സാധനത്തിനെ പണ്ടേ തൂക്കിയെടുത്ത് വെളിയെറിഞ്ഞിരുന്നെങ്കിൽ ഒരു 50% പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടായേനെ. സ്വന്തം നാട്ടിലൊരു ഓട്ടും ഇല്ല. എന്റെ പൊന്നെ, പുള്ളിക്കാരിയുടെ വായിന്ന് വരുന്നതോ, ഓ മൈ ഗോഡ്. പുള്ളിക്കാരിക്ക് ഏറ്റവും പറ്റിയത് ഒരു കുട്ടം മീനും എടുത്ത് ആ വലിയതറ കടപ്പുറത്ത് പോയി ഇരിക്കുന്നതായിരുന്നു. ആ കുട്ടി പറയുന്നത് കേട്ടല്ലോ, മീൻ വിൽക്കാനോ വലിയ തുറയല്ലോ അവിടെ പൊക്കോളാനാ പറയുന്നത്. മീൻ വിൽക്കാൻ പോവുക എന്ന് പറഞ്ഞാൽ ലക്ഷ്മിപ്രിയയുടെ വായിൽ നിന്ന് വീഴുന്ന, ലക്ഷ്മിപ്രിയ കീപ്പ് ചെയ്യുന്ന സ്ഥാനമോ അല്ലെ ആ ഒരു വ്യക്തിത്വത്തിനുള്ള അല്ല ഈ ഉള്ള ആരെ കുറിച്ചും അത് പറയാൻ പറ്റില്ല. ഇവിടെ പറഞ്ഞു വരുമ്പോൾ നമ്മളെല്ലാം കൈയടിച്ച് ലക്ഷ്മിപ്രിയ പ്രോത്സാഹിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഞാനന്ന് വിമർശിച്ചിരുന്നു. ബിഗ് ബോസിൽ പോയിട്ട് റിയാസിനെ എല്ലാവർക്കും ദേഷ്യ. റിയാസ് സത്യം പറഞ്ഞാൽ ചൊറിയനുമോ. റോബിൻ സപ്പോർട്ടറാണ് ഞാനൊക്കെ. അപ്പൊ റിയാസിനോട് നല്ല ശത്രു തന്നെ. പക്ഷെ ലക്ഷ്മിപ്രിയ അവിടെ ഇരുന്ന തുപ്പേനെ ഞാൻ ഒരിക്കലും അനുഭവിച്ചിട്ടില്ല. ഞാൻ ബിഗ് ബോസ് റിവ്യൂ ചെയ്തതിനകത്ത് ലക്ഷ്മിപ്രിയ നല്ലപോലെ വിമർശിച്ചിട്ടുണ്ട്, നല്ലപോലെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റോബിന്റെ ചേച്ചിയായിട്ടാണ് പറയുന്നത്, നമ്മൾ റോബിൻ സപ്പോർട്ടറുമാണ്. അതുകൊണ്ട് ആ ഒരു ഇതൊക്കെ ഉണ്ട്. ഈ അടുത്ത് ഇവരുടെ ബിഗ് ബോസ് അല്ല, ഇവരുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അതെങ്ങനെയോ ലീക്കായി. നിങ്ങൾ എല്ലാവരും കേട്ടോ, ഞാൻ ആ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അതായത് നീന കുറുപ്പിനെ തെറി വിളിക്കുന്നത്. ആ തെറിവിളിയുടെ സ്റ്റാൻഡേർഡ് ഞാൻ വീട്ടിൽ പറയുന്ന പോലെയല്ലേ പറയുള്ളൂ, നിങ്ങളെല്ലാവരും പറയുന്ന പോലെയല്ലേ? അങ്ങനെയല്ല. ആ ഒരു സ്ഥാനം കീപ്പ് ചെയ്യാൻ സബീന എന്നുള്ള പേരും മുസ്ലിമുമായ പെൺകുട്ടിയാണ് ലക്ഷ്മിപ്രിയ. അവിടെ നേരെ ഹിന്ദു ആയാണ്. ഇന്നൊരു ഹിന്ദു സ്ത്രീക്ക് അറിയാവുന്നതിനെക്കാട്ടും കൂടുതൽ ഹിന്ദു മതത്തിൽ നിന്ന് ഗ്രന്ഥങ്ങളെല്ലാം പഠിച്ച് അറിവ് നേടിയിട്ടുണ്ട്. ലളിതാ സഹസ്രനാമമൊക്കെ ചൊല്ലും, പിന്നെ പോസ്റ്റ് എഴുതും, എഴുത്തുകാരി പോലെയാണ്, ബുക്ക് എഴുതും. ആ എഴുതുന്ന എഴുത്തു ഭാഷയിൽ പുള്ളിക്കാരത്തി ഉപയോഗിക്കുന്ന ആ സ്റ്റാൻഡേർഡ് ഭാഷയുണ്ടല്ലോ, ലാംഗ്വേജ് ഉണ്ടല്ലോ, പുള്ളിക്കാരത്തി മീഡിയയുടെ മുന്നിൽ വന്നാൽ കാണിക്കുന്നില്ല. വെറും കൂതറ വർത്താനം പറയാം. എന്നിട്ട് ഈ പറയുന്നവരെ വാടയ്ക്കാൻ വേണ്ടി അവരെല്ലാം കൊണ്ട് യൂട്യൂബേഴ്സിന്റെ അവര് കണ്ടന്റിന് വേണ്ടി ചെയ്യുന്നുണ്ട്. കേസ് കൊടുക്കുമ്പോൾ മറ്റൊരു കാര്യം ആലോചിക്കുക, അവരെ പോലെ തന്നെ ജനങ്ങളെ വെറുപ്പിക്കുന്നുണ്ട്. ഈ കൂടെ ജനങ്ങൾ വെറുക്കുന്നുണ്ട്. കമന്റ് ബോക്സ് ആണ് നോക്കേണ്ടത്. കമന്റ് ബോക്സ് ഈ ഒരു അൻസിബ സംഭവത്തോടു കൂടി ലക്ഷ്മിപ്രിയയോട് ജനങ്ങൾക്ക് വെറുപ്പുണ്ട്. ഒന്നത്. പിന്നെ നീന കുറുപ്പിനെ പറഞ്ഞതും അതും വെറുപ്പുണ്ട്. ഇത് രണ്ടും ലക്ഷ്മി ഉണ്ടാക്കിയെടുത്തതാണ്. ഇനി ഒരു കാര്യത്തിൽ ഇവർക്ക് യോജിപ്പുണ്ട് കേട്ടോ, ഞാൻ അത് ആലോചിക്കുന്നുണ്ട്. ഇതിന്റെയൊക്കെ സ്റ്റാർട്ടിങ് എന്താണ്? അൻസിബ ഒരു ഫോട്ടോ ലക്ഷ്മിപ്രിയയുടെ ഫോണിലേക്ക് അയക്കുന്നു. ലക്ഷ്മിപ്രിയയുടെ ഹസ്ബൻഡ് അത് കാണുന്നു. ലക്ഷ്മിപ്രിയ എടുത്തിട്ട് അടിക്കുന്നു. എന്നിട്ട് ആ ഫോട്ടോ എന്തിനയച്ചു, എവിടെ നിന്ന് കിട്ടി, എന്താണെന്ന് എന്തൊക്കെയോ ലക്ഷ്മിപ്രിയ ചോദിക്കുന്നു. എന്തിനു ഫോട്ടോ എന്റെ ഫോണിൽ അയച്ചു എന്നൊക്കെ ചോദിക്കുന്നു. അതിന് മറുപടി അൻസിബ കൊടുക്കാതെ മുന്നോട്ട് നീങ്ങിപ്പോയപ്പോ തൃപ്പൂണിത്തറ പോയി ഹിൽ പാലസിന്റെ അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ലക്ഷ്മിപ്രിയ കേസ് കൊടുക്കുന്നു. അൻസിബയെ കൊണ്ടിരുത്തുന്നു. കുറെ നേരം SI ക്വസ്റ്റ്യൻ ചെയ്യുന്നു. അങ്ങനെയൊക്കെ പറയുന്നു. അപ്പോഴും ഇതിന്റെ അകത്ത് നിങ്ങൾക്ക് ഒരു കാര്യം തോന്നുന്നുണ്ടോ? ഇവര് ശത്രുക്കളല്ലേ, നല്ല അടിയല്ലേ നടക്കുന്നത്? അപ്പോഴും ആ ഫോട്ടോ എന്താന്ന് ഇവര് രണ്ടു കൂട്ടരും വെളിവിട്ടിട്ടില്ല കേട്ടോ. അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത്രയ്ക്ക് വിഷയം ഉണ്ടാക്കാനുള്ള ഫോട്ടോ എന്താണ്?
യൂട്യൂബേഴ്സ് പല സങ്കല്പത്തെ ബാറിലടിച്ചു അതടിച്ചു ഇതടിച്ചു എന്നൊക്കെ ഏതോ പ്രമുഖന്റെ കൂടെ നിന്ന് അതെല്ലാം വ്യാജ പ്രചരണമാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഫോട്ടോ എന്നുള്ളത് രണ്ടു കൂട്ടരും പറയില്ല. പക്ഷെ രണ്ടു കൂട്ടരും നല്ല അടി നടക്കുന്നു, മാനനഷ്ടത്തിന് കേസ് കൊടുക്കുന്നു, അതിയെന്നു. പക്ഷെ ഇപ്പോഴും ജനങ്ങളുടെ മുന്നിൽ ആ ഫോട്ടോ അയച്ച ഫോട്ടോ എന്താണെന്നുള്ളത് നമുക്കറിയത്തില്ല. ഇനി അത് പോട്ടെ. അപ്പൊ ഇന്നലെ വന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ അൻസിബയെ ശ്രദ്ധിക്കണം. അൻസിബയുടെ മീഡിയയ്ക്ക് മുന്നിലുള്ള സംസാരം ആ പ്രായത്തിൽ കവിഞ്ഞുള്ള പക്വതയും സ്റ്റാൻഡേർഡും കീപ്പ് ചെയ്യും. ലക്ഷ്മിപ്രിയ അത് കണ്ടുപിടിക്കേണ്ടതാണ്. ഒരിതും പറയാം. എന്നാൽ ലക്ഷ്മിപ്രിയ ഇപ്രായം എന്ന് പറയാം. ആ കുട്ടി പറയുമ്പോൾ എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മുഴുവൻ നേരം അവിഹിതം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ആ കുട്ടീന്ന്. ലക്ഷ്മിപ്രിയ അല്ല അത് പറയാം, അല്ല അൻസിബ അല്ല അത് പറയുന്നത്. ഇത് പറയുന്ന ആളാരാന്ന്, ജനങ്ങളെ വെറുപ്പിക്കുന്ന ആരാന്ന് ചോദിച്ചാൽ ഇപ്പൊ മുഴുവൻ കമന്റ് എങ്ങനെയാണെന്ന് അറിയാം ലക്ഷ്മിപ്രിയെ പറ്റി. ഇവരെന്തോ ഒരു വലിയ സംഭവമാണ് ഇവരുടെ വിചാരം. അതായത് ഒരു അഹങ്കാരി ഇമേജ് ഉണ്ടാക്കിയെടുത്തിരിക്കുക. പുള്ളിക്കാരത്തിയുടെ ശൈലി ഇതാണ്. ഓവർ ആക്കരുത്, അതൊരു ഇതാണ്. ഒരു പ്രാവശ്യം ഞാൻ നോക്കിയപ്പം എയർപോർട്ടിൽ വരുമ്പം ബിഗ് ബോസിൽ നിന്ന് വരുന്ന വഴി എയർപോർട്ടിൽ വെയിറ്റ് ചെയ്ത് കാത്തു നിൽക്കുന്ന ഹസ്ബൻഡിനെ കാണുമ്പോഴത്തേന് ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ കാലെ തൊടുന്നു. ഇതൊക്കെ ഹിന്ദുക്കൾ ഉണ്ടാക്കി വെച്ച അനാചാരങ്ങളാണ്. രാവിലെ എഴുന്നേറ്റ് പോകുമ്പോഴത്തേന് ഭർത്താവിന്റെ കാലെ തൊട്ട് കണ്ണി വെച്ചേച്ചൊക്കെ പോവും. കുളിച്ചേച്ച് അടുക്കളയിൽ കയറിയിട്ട് ബെഡ് കോഫി ആയിട്ട് വന്ന് വിളിക്കും. ഇതൊക്കെ ഇന്നത്തെ കാലത്തുണ്ടോ? ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും? നല്ലപോലെ പഠിച്ച് ജോലി മേടിച്ചിട്ട് വെപ്രാളപ്പെട്ട് ഒരുങ്ങി ജോലിക്ക് പോകുന്ന സ്ത്രീക്ക് ഭർത്താവിന്റെ കാല് തൊട്ട് തൊഴാൻ എവിടാണ് നേരം? അന്ന് അതിനൊക്കെ നേരമുണ്ട്, അതുകൊണ്ട് ചെയ്തതായിരിക്കാം. അല്ലെ അന്നത്തെ രീതി അതായിരിക്കും. അന്നത്തെ രീതി ജീവിക്കണമെന്ന് ഒരു നിർബന്ധമില്ല, എന്നും ജീവിക്കുന്നവരുണ്ട്. ലക്ഷ്മി അതൊക്കെ കൂടുതൽ ഇങ്ങനെ കാണിച്ചു. എന്നിട്ട് എന്തുണ്ടായി? ഈയിടെ അൻസിബയുടെ വോയിസിന്റെ അകത്ത് വെളി വന്നെന്താ, ഇവര് ഹസ്ബൻഡ് ആൻഡ് വൈഫ് നല്ല അടിയാണ്. അതായത് ലക്ഷ്മിപ്രിയ ഹസ്ബൻഡും അടിയാണ്. ഹസ്ബൻഡ് അൻസിബയോട് എപ്പോഴും പറയാറുണ്ട് അതെന്ന്. അല്ലെങ്കിൽ ഒരു ഫോട്ടോ കണ്ടതിന്റെ പേര് അടി ഉണ്ടാക്കുമോ? അപ്പൊ എന്താണ് ഈ കാലെ തൊട്ടുഴുതാനൊക്കെ വല്ല കാര്യമുണ്ട്? നമ്മൾ ഈ പ്രവർത്തിക്കുന്നതും പറയുന്നതുമായ കാര്യങ്ങൾ മുഴുവൻ നോക്കണം, ശ്രദ്ധിക്കണം. ഇപ്പോഴും തന്നെ പറ്റി പറയുന്നവരുടെ വാ അടപ്പിക്കാൻ, ശക്തിയായിട്ട് വാ അടപ്പിക്കാൻ ശ്രമിക്കുന്നതല്ലാതെ ഒരു ടോട്ടലി ഒരു ചേഞ്ച് വരുത്താൻ. കാരണം കൂടെ നിൽക്കുന്നവർക്കൊക്കെ അതുണ്ട്. ശ്വേത നിൽക്കുന്ന വേറൊരു രീതി പോളിഷാണ്. അതേപോലെ അൻസിബ വളരെ ബുദ്ധിപൂർവ്വം ചിന്തിച്ച അൻസിബ നിൽക്കും. എന്തുകൊണ്ട് ലക്ഷ്മി പ്രിയ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഒരു കാടൻ രീതിക്ക് ഒരു പോക്ക് പോയിട്ട് ജനങ്ങളെ മൊത്തം വെറുപ്പിക്കുക, എന്നിട്ട് അത് പറയുന്ന യൂട്യൂബേഴ്സിനെതിരെ കേസ് കൊടുത്ത് ഈ യൂട്യൂബേഴ്സിനെതിരെ കൊടുത്തിരിക്കുന്ന ഒരു യൂട്യൂബേഴ്സിനും കേസിന് പേടിയില്ലാത്തവരാന്നേ ഞാൻ പറയുള്ളൂ. അവർക്കൊക്കെ ഇഷ്ടംപോലെ കേസുണ്ട്. ഇത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുന്നു, അത്രയൊക്കെയുള്ള. അവരൊന്നും വലിയ കാര്യമായിട്ടൊന്നും എടുക്കുന്നവരും അല്ലത്. അപ്പൊ വാടപ്പിക്കാൻ ശ്രമിക്കാതെ കുറെ ചേഞ്ച് വരുത്തുന്ന, ക്യാരക്ടർ വരുത്തുന്നതാണ് നല്ലതെന്നാണ് എന്റെ ഒരു അഭിപ്രായം. റിയാക്ഷൻ വീഡിയോയിൽ വിമർശിക്കാമല്ലോ, അങ്ങനെ വിമർശിച്ച് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇന്നലെ ഇപ്പൊ വന്നേച്ച് സംസാരിക്കുന്ന കേക്ക്. നാട്ടിൽ കോടതിയും നിയമവും സത്യവും ഒക്കെ ഉണ്ടല്ലോ. ഞാൻ പ്രാഥമിക അംഗത്തിൽ ഞാൻ അങ്ങനെ പറയുന്നില്ല. ഒരു സൈഡ് പറയുന്ന നരേഷനുകൾ മാത്രം വിശ്വസിക്കുന്നു. അതിൽ മാധ്യമങ്ങൾക്കും ചെറുതല്ലാത്ത പങ്കുണ്ട്. കാരണം ഇന്നലെ ഞാൻ എഴുതിയ 93 യൂട്യൂബ് വീഡിയോകൾക്കെതിരെയും മലയാള സിനിമയിൽ മുൻപ് പ്രവർത്തിച്ചിരുന്നു എന്ന് അവകാശപ്പെടുന്ന 2 യൂട്യൂബേഴ്സ്, മലയാള സിനിമയിൽ ഒരു കാലത്ത് സംവിധായകർ എന്നൊക്കെ അവകാശപ്പെടുന്ന 2 യൂട്യൂബേഴ്സിനെതിരെയും ഞാൻ ഇൻഫോ പാർക്ക് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്തതിനെ പറ്റിയിട്ട് ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതി. ഫുൾ പോസ്റ്റ് എന്താണ് എന്ന് പോലും മനസ്സിലാക്കാണ്ട് നിങ്ങളടക്കമുള്ള മെയിൻ മീഡിയാസ് ഏത് രീതിയിലാണ് വളച്ചൊടിച്ച് ഇതിനെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോ ഇത്തരം ഗൂഢാലോചനകൾ മറ്റുള്ളവരെ വിശ്വസിക്കുന്നതിന് പിന്നിൽ ഈ നാട്ടിലെ മെയിൻ മീഡിയാസ് ഞങ്ങളൊക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങളടക്കമുള്ള മെയിൻ മീഡിയാസ് പോലും നിങ്ങളും അതിൽ ഉത്തരവാദികളാണ് എന്നത് ഞാൻ പറയുന്നു. ഈ സംസാരത്തില് ഇപ്പൊ സംസാരിച്ച വിഷയമല്ല, ഈ സംസാരിക്കുമ്പോൾ ഉള്ള ലാംഗ്വേജും ബോഡി ലാംഗ്വേജും ഇതെല്ലാം കൂടെ കൂടുമ്പോൾ എങ്ങനെ വരുന്നെന്ന് ചോദിച്ചാൽ പുള്ളി ഹൈപ്പർ ആക്ടിവിറ്റി ആണോ ഞാൻ ഓർക്കുന്നുണ്ട്. അത്ര ആക്റ്റീവായിട്ടുള്ള സംസാരമാണ്. ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന എന്താണെന്ന് ചോദിച്ചാൽ കേൾക്കുന്ന ഒരു കമന്റ് ബോക്സിൽ എഴുതുന്ന വലിയ അഹങ്കാരമാണ് എന്നുള്ള രീതിക്ക്. ഒരുപക്ഷെ ചിലപ്പോൾ പറയുന്നതിൻ്റെ അകത്ത് സത്യങ്ങളും ഉണ്ടായിരിക്കാം. പക്ഷെ അത് നമ്മൾക്ക് മനസ്സിലാകാത്ത രീതിയിലുള്ള ഒരു രീതിക്കാണ് ഇപ്പൊ ഈ സംസാരിക്കുക. ഒരു കൊടുക്കുന്ന മെസ്സേജ് എന്താണെന്ന് ചോദിച്ചാൽ കണ്ട ഒരു അഹങ്കാരി ഇമേജാണ് വരുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ ഈ നീനാക്കുറുപ്പിനെ അനാവശ്യം പറഞ്ഞ അവരുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അത് ലീക്ക് ആക്കിയത് ആരോ. പക്ഷെ വാട്സാപ്പ് ഗ്രൂപ്പ് ആണേലും ഇപ്പോൾ സോഷ്യൽ മീഡിയ കൊണ്ടിട്ടില്ലേലും വാട്സാപ്പ് ഗ്രൂപ്പിൽ ഈ ഒരു ഗ്രൂപ്പിലേക്ക് ഈ ഒരു മെസ്സേജ് ഇടുമ്പോൾ നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന കൂട്ട് ഭാഷകൾ പ്രയോഗിച്ച് പ്രാഗി നേർന്ന് തെറി വിളിച്ചില്ലെന്ന് പറയുന്നത് ഞാൻ ആ വോയിസ് കേട്ടതാണ്. ഞാനിപ്പം മറന്നുപോയി സത്യം പറഞ്ഞു. എന്താണേലും ലക്ഷ്മിയുടെ ഒരു രീതി, ഒരു ശൈലി ഉണ്ടല്ലോ, അത് വളരെ ഒരു കൺട്രോൾ ഇല്ലാത്ത രീതിയാണ്. ആ രീതിയിലാണ്
നീനാക്കുറുപ്പിനെ പറഞ്ഞു. അവരോട് ക്ഷമ പറഞ്ഞു. ഇത് കഴിഞ്ഞപ്പോൾ അവരോട് ക്ഷമ പറഞ്ഞപ്പം അവര് പറഞ്ഞ മറുപടി അവർക്ക് അത്രയും ഹേർട്ട് ചെയ്ത വാക്കുകളാണ് ഉപയോഗിച്ചത്. അവരെ അത്രയും അപമാനിച്ചു. അത് കേവലം ഒരു ക്ഷമയെ തീരുന്നല്ല. അവർ ക്ഷമ കൊടുത്തില്ല. അതാണ് സോറി അവർ സ്വീകരിച്ചിട്ടില്ല. ഇന്നലെ ഇപ്പൊ ഇവരെല്ലാം രാജിവെച്ച് പിടിച്ചിറക്കി വിടണ്ടെന്ന് മനസ്സിലായതുകൊണ്ട് ഇവർ രാജിവെച്ചെന്നാണ് അവർ പറഞ്ഞത്. രാജിവെച്ച കാര്യം പറയുമ്പം കർമ്മയാണ്. എനിക്ക് അവളുടെ പേര് പറയാൻ പോലും അറപ്പ് പോലെ അങ്ങനത്തെ ഒരു രീതി, പേര് പറയുന്ന പോലും ഇഷ്ടമല്ല. എന്നാൽ ഞാൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ല. ഞാൻ മീഡിയക്കാരോട് ഇന്നുവരെ അപമര്യാദയായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെയാണ് നീനാക്കുറിപ്പ് ചോദിക്കുന്നത്. കേൾക്കുമ്പോൾ അവരുടെ ഭാഗത്ത് ന്യായമുണ്ട്. സ്ത്രീ വരാൻ പാടില്ല, സ്ത്രീ വരാൻ പാടില്ല, സ്ത്രീ വരാൻ പാടില്ല. അവര് ലോകത്തിലെ എല്ലാവർക്കും നാറ്റമാണ്. എന്തിനാണ് അവർ ഇന്നലെ എന്തൊക്കെയാണ് ഇപ്പൊ പറഞ്ഞത്? ലക്ഷ്മിപ്രിയ ഇന്നലെ ലക്ഷ്മിപ്രിയ എല്ലാ ആണുങ്ങളെ ചവിട്ടി താക്കുകയല്ലേ ചെയ്തത്. ഇനിയിപ്പോ നമുക്ക് പറയാലോ, മെമ്പർ അല്ലല്ലോ, അവരാരുമല്ല. പറയാം ഇനി അവരെന്തെങ്കിലും പറയട്ടെ. ഇനി അവർ പുതിയ കഥകൾ ഇറക്കും. ഈശ്വരൻ നമുക്ക് ഉത്തരങ്ങൾ തരുന്നത് അല്ലെങ്കിൽ സന്തോഷവും സമാധാനവും ഒക്കെ തരുന്നത് ദൈവത്തിന്റെ തന്നെ രീതിയിലാണ് തരിക. ഓക്കെ, ഞാൻ അതിലെ കർമ്മയില് ചേച്ചി വിശ്വസിക്കുന്നു. കർമ്മ 100% കൊടുത്താൽ കൊല്ലത്തും കിട്ടും. പിന്നെ എനിക്ക് ഒരു സന്തോഷമുണ്ട്. എന്റെ കൂടെ ഒരുപാട് പേര്, എന്റെ അമ്മയുടെ മെമ്പേഴ്സ് ഒരുപാട് പേര് എന്റെ കൂടെ ഉണ്ടായിരുന്നു, എന്റെ കൂടെ നിന്നിട്ടുണ്ടായിരുന്നു. അവരെനിക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്തിരുന്നു. അത് ഐ എം സോ ഹാപ്പി. ഇത് കഴിഞ്ഞിട്ട് ചേച്ചിനെ ഒക്കെ എനിക്ക് ഇത് കഴിഞ്ഞൊരു ആക്രമണം പ്രതീക്ഷിക്കുന്നുണ്ടോ? എന്തിനാ ആക്രമണം? ഞാൻ ഒന്നും തെറ്റ് ചെയ്തിട്ടില്ലല്ലോ. പിന്നെ എന്തിനാ എന്നെ ആക്രമിക്കുന്നത്? ഞാൻ ആരോടും ഒരു തെറ്റും ചെയ്യാറില്ല. സത്യം എന്ന് തോന്നുന്ന മാത്രമേ ഞാൻ നീനാക്കുറുപ്പ് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് എന്താണേലും ഈ മൊത്തത്തിൽ തകർന്നു പോയില്ലേ സംഘടന മൊത്തത്തിൽ. സത്യം പറഞ്ഞാൽ ഇതിന്റെ തുടക്കം നിങ്ങൾ ഓർക്കുന്നില്ല. അതുല്യ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയെ ഉണ്ണീശുപാലും കുക്കു പരമേശ്വരനും എല്ലാരും കൂടെ ഉപദ്രവിച്ചതിന് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അത് അൻസിബെ ടിനി ടോം ഉപദ്രവിച്ചതും ലക്ഷ്മിപ്രിയ കേസ് കൊടുത്തതും അത് അവിടെ അവതരിപ്പിച്ചു, അമ്മയിൽ അവതരിപ്പിച്ചില്ലേ അൻസിബ. അവരത് മൈൻഡ് ചെയ്തില്ല. അവിടെ മൈൻഡ് ചെയ്തിരുന്നെങ്കിൽ ഇവിടെ ഈ പ്രശ്നം ഇതുപോലെ നാറിപ്പിരിയില്ലായിരുന്നു. മൈൻഡ് ചെയ്യാത്തതുകൊണ്ട് അൻസിബ നേരെ വന്ന് മീഡിയയ്ക്ക് മുന്നിൽ പറഞ്ഞു. അൻസിബയ്ക്കാണെങ്കിൽ ഒരു പ്രത്യേകത ഉണ്ട്. മീഡിയയെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നല്ല പോലെ അറിയാം. ജനങ്ങളെ എങ്ങനെ കയ്യിലെടുക്കണമെന്ന് പുള്ളിക്കാരത്തിക്കറിയാം. ചെറിയ കുട്ടിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യപ്രസക്തമായ വാക്കുകൾ മാത്രം ഉപയോഗിച്ച് കറക്റ്റ് ആയിട്ട് പോയിന്റ് വെച്ച് സംസാരിച്ച് മീഡിയയും ജനങ്ങളെയും കയ്യിലെടുക്കും. കേൾക്കുമ്പോൾ നമുക്ക് ആ പുള്ളിക്കാരത്തെ സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്ന പോലെ അവർ സംസാരിക്കും. അൻസിബ ആ ഒരു കഴിവൊന്നുമില്ല. എങ്ങനെ വെറുപ്പിക്കാന്നുള്ളത് PhD എടുത്തിരിക്കുന്ന ആളാണ് ലക്ഷ്മിപ്രിയ. അപ്പൊ അൻസിബ സംസാരിക്കുന്നത് ഇത് കിട്ടിയെന്ന് കരുതുന്നു അൻസിബ. ഉറപ്പായിട്ടും. കാരണം നമുക്കറിയാം ഒരു നീതിന്യായ വ്യവസ്ഥയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട് അല്ലേ? ആ ഒരുപാട് പ്രൊസീജിയേഴ്സ് തരണം ചെയ്ത് വേണം ആ നീതി എനിക്ക് ലഭിക്കാൻ. ആ നീതിക്കായി ഇനിയും ഞാൻ മുന്നോട്ട് പോകും എന്നുള്ളത് സത്യം തന്നെയാണ്. ഞാൻ അതിൽ നിന്നും ഒരു തരി പോലും പിന്നോട്ട് ശരിക്കില്ല. പക്ഷെ ഇന്നിവിടെ നടന്നത് ചരിത്രപരമായിട്ടുള്ള തീരുമാനങ്ങളായിരുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. ഇനി എനിക്ക് ഈ സംഘടനയിൽ പറയാനുള്ളത്, ഈ കമ്മിറ്റി, അതായത് ഇപ്പോ ഇവിടുന്ന് രാജിവെച്ച് ഇറങ്ങി പോവേണ്ടി വന്ന ഈ കമ്മിറ്റി കഴിഞ്ഞ ഓഗസ്റ്റിൽ വന്ന സമയത്ത് പ്രസിഡന്റ് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് പോയ അതിജീവിത ഉൾപ്പെടെ പോയ എല്ലാവരെയും തിരിച്ചു കൊണ്ടുവരും. ഞാൻ ഇനി വരാൻ പോകുന്ന കമ്മിറ്റിയോട് ആദ്യമേ തന്നെ ഞാൻ എൻ്റെ റിക്വസ്റ്റാണ്, ഇവിടുന്ന് പോയവരെ തിരിച്ച് വിളിക്കണം. ഒഫീഷ്യലി വിളിക്കണം. വരുന്നതും വരാതിരിക്കുന്നതും അവരുടെ ഇഷ്ടമാണ്. പക്ഷെ ഒഫീഷ്യലി വിളിക്കുക എന്നുള്ളത് അമ്മ എന്ന് പറയുന്ന സംഘടന ചെയ്യുന്ന നീതിപരമായിട്ടുള്ള ന്യായമായിട്ടുള്ള കാര്യമാണ്. ആ ന്യായപരമായിട്ടുള്ള ആ ഒരു കാര്യം തീർച്ചയായിട്ടും ഇനി വരുന്ന ഭരണസമിതി ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. അൻസിബയുടെ സംസാരം കേട്ടാൽ നമുക്കറിയാം തലയിൽ ആൾതാമസം ഉണ്ടെന്നുള്ളതാണ്. പുള്ളിക്കാരത്തി വിജയിക്കുകയും ചെയ്തു. ഇപ്പൊ ഏകദേശം ഇവരെ തല്ലിപ്പിരിച്ചു, ഇവരെ മൊത്തം കൂട്ടിയിട്ട് അൻസിബ കത്തിച്ചു. അതാണ് ഉണ്ടായത്. ഇവരെല്ലാം ഞാനെന്ന ഭാവം ഇങ്ങനെ പിടിച്ചു വെച്ചോണ്ടിരിക്കുന്നവരെ ഇവര്. മറ്റേ തവള പാണ്ടിലോറിയുടെ മുന്നിൽ ഇരുന്ന പോലെ ആയിപ്പോയില്ലേ ഇന്നലെ. മൊത്തം തീർന്നു സംഗതികൾ. ശ്വേതാമേനോൻ ഉൾപ്പെടെ തീർന്നു. അപ്പൊ അൻസിബയാണ് മിടുക്കി എന്നുള്ള അവരുടെ കളത്തിലാണ് പന്ത് കിട്ടിയിരിക്കുന്നത്. അവരാണ് മിടുക്കി എന്നേ പറയാൻ പറ്റുള്ളൂ. ഒത്തിരി പറഞ്ഞ വീഡിയോയിൽ എന്തായി ഇപ്പൊ തന്നെ. പക്ഷെ ഒന്നുകൂടെ പറയാനുണ്ട്. അതായത് ഈ മുല്ലപ്പൂ ചൂടി പട്ടുസാരി എടുത്ത് നല്ല BGM ഒക്കെ ഇട്ടാണ് കേട്ടോ. ഇന്നലെ നിവേദ്യത്തിലെ പാട്ടും ഒക്കെ ഇട്ടാണ് ആൾക്കാർ പ്രസന്റ് ചെയ്തിരിക്കുന്നത് മീഡിയ ലക്ഷ്മിപ്രിയെ. അതുകൊണ്ട് ആ ലുക്ക് കൊണ്ട് ഒരു കാര്യമില്ല, ആ ഇമേജ് കൊണ്ട് ഒരു കാര്യമില്ല. ആ ഇമേജിനൊത്ത
രീതിക്ക് സംസാരിക്കാനൂടെ ശ്രദ്ധിച്ചില്ലെങ്കിൽ മൊത്തം പൊതുജനങ്ങളെ വെറുപ്പിക്കാന്ന് മാത്രമേ ഉള്ളൂ. വെറുത്തപ്പോ എനിക്കെന്ത് പോയി എന്നുള്ള ആത്മനോഭാവമാണ്, കുഴപ്പമില്ല. അല്ലാതെ യൂട്യൂബേഴ്സിന്റെ വാ അടപ്പിച്ച് കേസ് കൊടുത്ത് അവരുടെ വാ അടപ്പിച്ചുകൊണ്ട് എന്താണ് പ്രയോജനം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതിന്റെ അകത്തെ കമന്റ് ബോക്സ് എടുത്ത് വായിക്കേ. കമന്റ് ജനങ്ങൾക്ക് വെറുപ്പായി, അതാരാണ് വെറുപ്പിച്ചത്? സ്വന്തം വായിന്ന് വീണ കുറെ അധികം ഡയലോഗുകളും പ്രവൃത്തികളും എല്ലാം ഒന്നിനും ഒരു ക്ലാരിറ്റി ഒന്നും പുള്ളിക്കാരത്തേക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അൻസിബെ പോലീസ് സ്റ്റേഷനിൽ 3 മണിക്കൂർ ഇരുത്തിയെന്ന് അൻസിബ് പറയുന്നു. അതെല്ലാം 1 മണിക്കൂർ ഇരുത്തിയിട്ടുള്ള അതിന്റെ തെളിവ് എന്റെ കയ്യിലുണ്ട്. ഇങ്ങനെയൊന്നും പറയുന്നതിലല്ലായിരുന്നു കാര്യം. അടുക്കും ചിട്ടയോടെയും കാര്യങ്ങൾ പറയാനുള്ള കഴിവ് ലക്ഷ്മിപ്രിയക്ക് ഇപ്പം നഷ്ടപ്പെട്ടിട്ടുണ്ട്. എഴുത്തും പുസ്തക എഴുത്തും പോസ്റ്റഡിയിലും എല്ലാം ഉണ്ടെങ്കിലും മീഡിയയ്ക്ക് മുന്നിൽ വരുമ്പോൾ ആ ഒരു രീതി മാറ്റിയില്ലേ ഒന്നുകൂടെ മോശമാകത്തേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.